കേരളത്തിലെ ദൃശ്യമാധ്യമ ലോകത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ, പ്രത്യേകിച്ച് രാത്രി 8 മണിയാവുമ്പോൾ ചാനൽ സ്റ്റുഡിയോകളിൽ അവതരിക്കുന്ന ചില വിശുദ്ധ രൂപങ്ങൾ. ഉള്ളിലിരിപ്പ് മുഴുവൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിയുടെ നിറമായിരിക്കും. പക്ഷേ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ അണിഞ്ഞൊരുങ്ങുന്നത് വെള്ളരിപ്രാവിൻ്റെ നിഷ്പക്ഷതയിലാകും. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള ഒരു ഏർപ്പാടാണത്. പണ്ട് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനെ പോലെയുള്ളവർ സ്വതന്ത്ര നിരീക്ഷകർ എന്ന ലേബലിൽ വന്ന് കോൺഗ്രസിനും ലീഗിനും വേണ്ടി വിയർപ്പൊഴുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ പോലെയുള്ളവർ സ്വതന്ത്രൻ എന്ന പേരിൽ വന്ന് നടത്തുന്ന ചില പ്രത്യേകതരം രാഷ്ട്രീയ ഒളിയമ്പുകൾ. വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി കുഴലൂതാൻ എപ്പോഴും മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നീ ഉദാത്തമായ ലേബലുകളിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരം പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊരു ഒന്നാം തരം പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പേര് ജോർജ് പൊടിപ്പാറ. ദൃശ്യമാധ്യമങ്ങളിലെ സ്ക്രീനിൽ ഇദ്ദേഹത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ വായിച്ചാൽ നമ്മൾ അറിയാതെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു പോകും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ. ദീർഘകാലം ദീപിക ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തലപ്പത്തും മറ്റും ഇരുന്നതിൻ്റെ വലിയൊരു മാധ്യമ ചരിത്രമൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ട്. നല്ല കാര്യമാണ്. ദീപികയുടെ പഴയകാലത്തെ എഡിറ്റോറിയൽ ലൈൻ എന്തായിരുന്നുവെന്നും അത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ മുന്നണിയോടാണ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏത് രാഷ്ട്രീയത്തോടാണ് ചേർന്ന് നിന്നിരുന്നതെന്നും കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാത്രിയാകുമ്പോൾ ചാനലുകളിൽ വന്നിരുന്ന് കാണിക്കുന്ന ചില വിദ്യകളുണ്ട്. ഇടതുപക്ഷത്തെ അടിക്കാൻ എന്ത് വടിയെടുക്കണമെന്ന് ആലോചിച്ച് തലപോയിക്കുന്ന ചില അവതാരകർക്ക്, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ളവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ് ഈ ജോർജ് പൊടിപ്പാറ. സ്മൃതിയുടെ ചർച്ചകളിൽ ഇദ്ദേഹം ഒരു സ്ഥിരം സാന്നിധ്യമാണ്. സ്വന്തം വാദങ്ങളെ ന്യായീകരിക്കാനും CPM-നെതിരെ താൻ വയ്ക്കുന്ന പോയിന്റുകൾക്ക് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനും സ്മൃതി എപ്പോഴും വിളിച്ചിരുത്തുന്നത് ജോർജ് പൊടിപ്പാറയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ പോലും ചിലപ്പോൾ ന്യായീകരിക്കാൻ കിതയ്ക്കുന്ന കാര്യങ്ങൾ വളരെ കൂളായി, യാതൊരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്ന ഈ നിഷ്പക്ഷത കണ്ടാൽ സാക്ഷാൽ VD സതീശൻ പോലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. ചർച്ചകളിൽ പങ്കെടുക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾക്കൊരു മര്യാദയുണ്ട്. അവർ അവരുടെ പാർട്ടിയുടെ പേരിൽ ആ പാർട്ടിയുടെ കൊടി പിടിച്ച് നിലപാട് പറയുന്നു. പക്ഷേ ഈ നിഷ്പക്ഷ ലേബലിൽ വരുന്ന പൊടിപ്പാറയെ പോലെയുള്ളവർ ചെയ്യുന്നത് തികഞ്ഞ വഞ്ചനയാണ്. താനൊരു കോൺഗ്രസ് അനുകൂലിയാണെന്നോ UDF പക്ഷത്താണെന്നോ തുറന്നു പറയാനുള്ള നട്ടല് കാണിക്കാതെ മാധ്യമപ്രവർത്തകൻ എന്ന പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്ന് പക്ഷം പിടിക്കുന്ന ഈ ഇരട്ടത്താപ്പ് കുറച്ചു കാലമായി കേരളം സഹിക്കാൻ തുടങ്ങിയിട്ട്. LDF അധികാരത്തിലിരുന്ന സമയത്ത് സർക്കാരിൻ്റെ എന്ത് നല്ല കാര്യത്തെയും എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് ഇകഴ്ത്താനും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വീഴ്ചകളെപ്പോലും വാക്കുകൾ കൊണ്ട് ന്യായീകരിക്കാനും ഇവർ കാണിക്കുന്ന തൊലിക്കട്ടി അപാരം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കൈരളി TV-യിൽ നടന്ന ഒരു ചർച്ചയിൽ ഈ നിഷ്പക്ഷതയുടെ മുഖംമൂടി വലിച്ചു കീറുന്ന ഒരു ഒന്നൊന്നര കാഴ്ച നമ്മൾ കണ്ടു. ഇടതുപക്ഷ നിരീക്ഷകനായി എത്തിയ ഡോക്ടർ പ്രേംകുമാറാണ് ജോർജ് പൊടിപ്പാറയുടെ കാറ്റൂരി വിട്ടത്. ഞാൻ ഇടതുപക്ഷ നിരീക്ഷകനാണെന്ന് തലയുയർത്തി തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രേംകുമാർ അവിടെ ഇരിക്കുന്നത്. പക്ഷേ പൊടിപ്പാറയുടെ ലേബൽ മാധ്യമപ്രവർത്തകൻ എന്നാണ്. ആ ലേബലിന് പിന്നിലിരുന്ന് അദ്ദേഹം ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന UDF ന്യായീകരണങ്ങളെയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളെയും പ്രേംകുമാർ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ പറയാം. പൊടിപ്പാറ ഇത്രയും കാലം കഷ്ടപ്പെട്ട് മുഖത്തൊട്ടിച്ചു വച്ചിരുന്ന ആ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ എന്ന മുഖം മൂടി അപ്പാടെ അഴിഞ്ഞു വീഴുന്നതാണ് ആ ചർച്ചയിൽ നമ്മൾ കണ്ടത്. പ്രേംകുമാർ പൊടിപ്പാറയുടെ ഈ ഇരട്ടത്താപ്പിനെ നേരിട്ട് ചോദ്യം ചെയ്തപ്പോൾ ആ നിഷ്പക്ഷ നാടകം അവിടെ അവസാനിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് നിഷ്പക്ഷത ചമയുന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നതിൻ്റെ ഒരു മികച്ച പാഠം കൂടിയാണത്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ എന്താ പറയാ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പോകണം തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് പലപ്പോഴും നശിപ്പിക്കുന്നത് ഈ പൊടിപ്പാറയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് എഴുതി വെക്കുകയും ഊള കോൺഗ്രസ് ന്യായം പറയുകയും ചെയ്യുന്ന മാരീച വേഷക്കാർ വരുമ്പോഴാണ്. ഇയാളങ്ങോട്ട് അടിച്ചു വിടുകയാണ്. MM മണി പണ്ട് സ്ത്രീകൾക്കെതിരെ സംസാരിച്ചപ്പോൾ പ്രേംകുമാർ പറഞ്ഞിട്ടില്ല എന്ന്. താങ്കൾക്ക് എവിടെ നിന്ന് അറിയാഹേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്? വെറുതെ തട്ടിവിടുക തന്നെയാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും എന്നാണോ വിചാരിക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാഞ്ഞിട്ടാണ്. അല്ല ഞാൻ എങ്ങനെ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കും. VD സതീശനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുക നിങ്ങൾ അങ്ങ് പറയാണ്. നിങ്ങളറിയോ, തൊട്ടടുത്ത 2 പ്രശ്നങ്ങളിൽ, അതായത് ആദ്യത്തെ ദിവസം ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് എന്താ എഴുതിയെന്നറിയോ? മുഖ്യമന്ത്രി 1-2 തവണ ഹെലികോപ്റ്ററിൽ വരുന്നതിൽ ഒരു പെശകും ഇല്ല എന്നാണ്. എവിടെയാ പെശകെന്നറിയോ?
അയാൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ മതിയായിരുന്നു അമ്മായിയപ്പനെ കാണാൻ വന്നതാണെന്ന്. ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, കേരളം സപ്പോർട്ട് ചെയ്യും. എന്റെ ഭാര്യ പിതാവ് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്ക് പോയി കാണണം, ഞാൻ ഹെലികോപ്റ്റർ എടുത്തു, കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്നതിൽ ഒരു പെശകുമില്ല. അതിനിടയിൽ ഇൻവെസ്റ്റർ എന്നുള്ളൊരു പച്ചക്കള്ളം, നട്ടാൽ മുണയ്ക്കാത്ത നുണ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അത് പിന്നെയും കളവാകുന്നത് എങ്ങനെയാണെന്ന് നമ്മളാരും പറഞ്ഞല്ല, വി ഡി സതീശൻ തന്നെ പറഞ്ഞതാണ് ഇൻവെസ്റ്റർ. ഏതാണ് ഇൻവെസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ പറയണത് പറയാൻ പറ്റില്ല. എപ്പോഴാണ് ഇൻവെസ്റ്റർ കണ്ടത്? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്റർ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കാണുകയാണോ മര്യാദ? ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണോ പോവുക? അയാളുടെ കൂടെ ചീഫ് സെക്രട്ടറിയോ ഇൻഡസ്ട്രി സെക്രട്ടറിയോ ഫൈനാൻസ് വേറെ മിനിസ്റ്റേഴ്സ് ആരും ഉണ്ടാവില്ലേ? ഇയാൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അതുകൊണ്ടാ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നത്. ഇവിടെ മനീഷ, ഡിവൈഎഫ്ഐയുടെ CPM പ്രതി മനീഷ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എന്റെ അഭിപ്രായം വേറെയായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണെന്ന് പറയാം, അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീവാദ വിരുദ്ധം എന്ന് പറയാമെന്നാ. പക്ഷെ ഇന്ന് CP ജോൺ പറഞ്ഞത് ശുദ്ധ സ്ത്രീ വിരുദ്ധതയാണ്. നിങ്ങൾ പറയുന്നത് അതിനേക്കാളും വെളിച്ച ന്യായമാണ്. ഒന്നുകിൽ കോൺഗ്രസ്സുകാരനായിട്ട് പറയുക, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകൻ എന്നാണെങ്കിൽ മാധ്യമപ്രവർത്തകൻ പറയുന്ന പോലെ പറയാം. അതാണ് മിനിമം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് പറയാം CP ജോൺ ചെയ്തത് അസംബന്ധമാണെന്ന് പറയാം. പക്ഷേ 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 അല്ല, പാർട്ടി വക്താവല്ല. എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ പാർട്ടി വക്താവല്ല, ഞാൻ എന്റെ പൊളിറ്റിക്സ് ഓപ്പൺ ആയിട്ട് പറയും. പാർട്ടി വക്താവല്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്റെ താഴെ ഇതാണ് വ്യത്യാസം. എന്റെ പേരിന്റെ താഴെ ഇടത് സഹയാത്രികെന്നോ ഇടത് നിരീക്ഷകെന്നോ എഴുതുക. ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പേരിന്റെ താഴെ മാധ്യമ പ്രവർത്തകൻ എന്ന് എഴുതും. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി ന്യായീകരണം ചമയ്ക്കും. ഇതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിന്റെ മുഴുവൻ മാരീച അവതാരങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഏത് ഇടത് സഹയാത്രികനാണെങ്കിലും സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് എന്റേതായ വാദങ്ങളുണ്ട്, എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നേ, നിങ്ങൾ കോൺഗ്രസ് സപ്പോർട്ടർ ആണെന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കൂ. നിങ്ങൾ വി.ഡി. സതീശൻ സപ്പോർട്ടർ ആണെന്ന് പറയാനുള്ള സത്യസന്ധത കാണിക്കൂ. പിന്നെന്താണ്? നിങ്ങൾക്ക് പറയാം CP ജോൺ പറഞ്ഞത് അസംബന്ധമാണെന്ന് നിങ്ങൾക്ക് പറയാം. വി.ഡി. സതീശൻ പറഞ്ഞത് കളവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളാണോ തീരുമാനിക്കുക? ഞാൻ പറയുന്നത് എന്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ പറയും. അതെ, ഞാൻ പറയും. അപ്പം നിങ്ങൾ എന്നെ പറ്റി കളവ് പറയരുത്. ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, M മണി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണം എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ സഖാവ് ജോസഫൈൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലായിലെ പള്ളി എന്താ പറയാ, അയാൾ പണ്ഡിതനാണെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തട്ടിവിടരുത്, അതാ പറഞ്ഞത്. നിങ്ങളെ തിരുത്തണം. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അങ്ങനെ പറഞ്ഞ ആളല്ല, പറയുന്ന ആളല്ല ഞാൻ. അസംബന്ധം പറയരുത്. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞത് പിൻവലിക്കുന്നു, എനിക്ക് അതിൽ വിരോധമില്ല. പക്ഷെ അറിയാതെ അടിച്ചുവിടരുത്. ആവശ്യമില്ലാതെ വി.ഡി. സതീശനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയാണെന്ന് പറയരുത്. ഞാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ കാണുന്ന ആവേശം നിങ്ങളൊരു കാര്യം അറിയോ? അത് 6 മാസക്കാലം വിമർശിക്കരുത് എന്ന് തന്നെ മോഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചർച്ചയിലും പറയുന്നതാണ്. പക്ഷെ അതിന് നിങ്ങളുടെ വി.ഡി. സതീശൻ സമ്മതിക്കുന്നില്ലെന്നേ. അയാൾ അമ്മാതിരി വിഡ്ഢിത്തരങ്ങളാണ് ചെയ്യുന്നത്, അമ്മാതിരി കളവാണ് ആ മനുഷ്യൻ പറയുന്നത്. അയാൾക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിന് അയാൾ സമ്മതിക്കണ്ടേ? പാണക്കാട് തങ്ങളുടെ പരിപാടി മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നു, റോസ് ലോഞ്ചിൽ. അവിടുന്ന് 1 മണിക്കൂർ സമയം വേണ്ട വണ്ടൂരിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ വേണം കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക്. നിങ്ങളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വണ്ടൂരിലേക്കല്ല പോയത്, കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്കാണ് പോയത്, ഒരു ഉദ്ഘാടനം നടത്താൻ, ഒരു IT കമ്പനിയുടെ ഉദ്ഘാടനം നടത്താൻ. ഇത് അദ്ദേഹത്തിന് മനുഷ്യപ്പറ്റില്ലാത്തതുകൊണ്ടാണ്, മുഖ്യമന്ത്രിയാണെന്നൊരു ധാരണ അയാൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അയാൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവോ ആണെന്ന് പോലെ അയാൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അയാളോട് ആദ്യം മുഖ്യമന്ത്രിയാണ് നിങ്ങളെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ പോലും നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ? പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അയാൾ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും. ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണോ പ്രശ്നം? ആരാണ് പോയിന്റ് ബ്ലാങ്കിൽ വി.ഡി. സതീശനെ ആക്രമിക്കാൻ വേണ്ടി ആ വീഡിയോയും ഫോട്ടോസും ഷെയർ ചെയ്തത്? പ്രേംകുമാറാണോ? ശരത്താണോ? അതൊന്ന് CPM-കാരനാണോ? ലീഗിന്റെ നേതാവാ, ബാഫയ്ക്ക് തങ്ങളാണ്. വി.ഡി. സതീശൻ പറയുന്നത് ശരിയാണ്. ഹരിദാസ് ഏട്ടന്റെ വീട്ടിലാണ് പോയത്. പൊന്നാനിയിൽ പോകുമ്പോൾ ഹരിദാസിന്റെ വീട്ടിൽ പോവേണ്ടതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ഒരു തർക്കമില്ല. അടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. പക്ഷെ അത് വലിയൊരു ആഘോഷമാക്കി ആ ഫോട്ടോ മുഴുവൻ ഷെയർ ചെയ്തത് ബാഫയ്ക്ക് തങ്ങളാണ്. കൂടെ ഉണ്ടായിരുന്നത് KP നൗഷാദ് അലി MLA ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും അല്ലേ വി.ഡി. സതീശനെ കുഴിച്ചടിച്ചത്? അതിന് നിങ്ങൾ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ട് എന്താണ്? ഇതിലും വലിയൊരു തട്ടിപ്പുകാരാണെന്ന് അറിയോ? ആരാണ് ആഘോഷിച്ചത്? ആരാണ് ഈ സാധനം? അയാൾ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അയാൾ എന്നുള്ളത് ഞങ്ങൾ വടകരക്കാർ ബഹുമാനത്തോടെ പറയുന്നതാണ്, ക്ഷമിക്കുക. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഷെയർ ചെയ്തത് ഹീനമായ നടപടിയാണ്.
ഹീനമായ നടപടി ചെയ്തത് ബാഫക്കി തങ്ങളും KP നൗഷാദ് അലി MLA-യുമാണ്, ഇടതുപക്ഷക്കാരല്ല. ഇടതുപക്ഷത്തുള്ള ഒരാളും ഇയാൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു നോക്കാൻ പോയിട്ടില്ല. അവിടെ നിങ്ങളെ ചിത്രം കൂടെ ഷെയർ ഉള്ളവർ തന്നെയാണ്. ചെയ്തതല്ല. പൊടിപ്പാറ, ചിത്രം ഷെയർ ഇതിന്റെ ചെയ്തത് കാര്യം എന്താണെന്ന് ഹീനമായ അറിയോ? നടപടിയെന്നല്ല പറഞ്ഞത്. ഇതിന്റെ അതൊരു ഞാൻ പറഞ്ഞ വിവാദമാക്കിയത് ഹീനമായ നടപടി എന്നാണ് പൊടിപ്പ പറഞ്ഞത്. പൊടിപ്പാറ, ഞാൻ പറഞ്ഞതിൽ ഏറ്റവും രൂക്ഷമായ സാധനം നിങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ തൊട്ടിട്ടില്ല. കോൺഗ്രസിന്റെ MLA-മാരിൽ 95%-യും സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കുന്നത് ഇപ്പോൾ. ഇതാണ് പ്രശ്നം. ഈ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രശ്നം. അതുകൊണ്ടാണ് മുതലാളി വിളിക്കുമ്പോൾ ഇദ്ദേഹം ഓടിപ്പോകുന്നത്, മറന്നു പോകുന്നത്. എനിക്ക് ഒരു അവസരം തരണേ പ്ലീസ്. പ്രേംകുമാർ ഇനി ഞാൻ ഒറ്റ കാര്യം കൂടെ, അതായത് ഈ KSRTC സൗജന്യം തുടങ്ങിയ സമയത്ത്, പ്രഖ്യാപിച്ച സമയത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ വിപ്ലവം എന്ന് പ്രകീർത്തിച്ചിരുന്ന കേരളത്തിലെ ഭയങ്കര ഫയർ ബ്രാൻഡ് ഫെമിനിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ ഒരാളിനെ CP ജോണിന്റെ ഈ അപഹാസ്യ പ്രസ്താവനയ്ക്ക് ശേഷം കേരളം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒന്നുകൂടെ, ഇതേ ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ കാര്യം പറഞ്ഞല്ലോ. KSRTC-യിൽ കൊറിയർ സർവീസ് ഉണ്ടായിരുന്നു. ആ കൊറിയർ സർവീസിൽ കൂടി ആ പാശം കൂടി എടുത്തിട്ടായിരുന്നു KSRTC നടന്നിരുന്നത്. CP ജോൺ പ്രൈവറ്റ് ബസ് സർവീസിന് കൊടുത്ത ഒരു ഓഫർ ആയിരുന്നു, നിങ്ങളും കൊറിയർ സർവീസ് നടത്തിക്കോളൂന്ന്. ഞാനൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഉണ്ടാവാൻ പോകുന്നതാണ് പ്രൈവറ്റ് ബസ്സുകൾ കൊറിയർ സർവീസ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് നടത്തും, KSRTC-യിലെ കൊറിയർ സർവീസ് നിർത്തേണ്ടി വരുമെന്ന്. ഇന്നലെ സർക്കാരിന്റെ ഓർഡർ വന്നിരിക്കുന്നു. പ്രൈവറ്റ് ബസ്സുകൾ കൊറിയർ സർവീസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ KSRTC-യിലെ കൊറിയർ സർവീസ് നിർത്തിയിരിക്കുന്നു. ഇതാണ് പരിഷ്കാരം. ഇങ്ങനെയാണ് ഭരിക്കുന്നത്.